എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: നാന്നോദകസമം ദാനം ന തിഥിർദ്വാദശീ സമാ ന ഗായത്ര്യാ പരോ മന്ത്രോ ന മാതു പരദൈവതം. അന്നദാനത്തിന് സമമായ മറ്റൊരു ദാനമില്ല. ദ്വാദശിക്ക് സമമായ മറ്റൊരു തിഥിയില്ല. ഗായത്രിക്ക് തുല്യമായ ഒരു മന്ത്രവുമില്ല. അമ്മയ്ക്ക് തുല്യമായ മറ്റൊരു ദൈവവുമില്ല. വിശന്ന് വലഞ്ഞു വരുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് അന്നം തന്നെയാണ്. ധനം കൊണ്ടോ മറ്റു തരത്തിലുള്ള ഉപഹാരങ്ങൾ കൊണ്ടോ ആരെയും തൃപ്തിപ്പെടുത്തുവാൻ സാധ്യമല്ല. പക്ഷേ നല്ല ഭക്ഷണം കൊടുത്താൽ സംതൃപ്തരാക്കാൻ കഴിയും. ഒരാളുടെ ഹൃദയത്തിലേക്കുള്ള വഴി അയാളുടെ വായിൽ കൂടിയാണെന്ന് ഒരു പ്രസിദ്ധമായ പഴമൊഴിയുണ്ട്. അന്നദാനം മഹാദാനം എന്നതുകൊണ്ടാകാം സാധാരണ ക്ഷേത്രങ്ങളിലും മറ്റും അന്നശാലകൾ ഉയർന്നു വന്നതും അന്നദാനം നൽകുന്നതും. മഹാഭാരതത്തിൽ അന്നദാനത്തിനുള്ളതായ ഒരു പ്രസിദ്ധമായ കഥയുണ്ട്. ഏകാദശി ദിവസം നാമം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ദ്വാദശി വ്രതം ആചരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ദിവസങ്ങൾ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്വാദശി ദിവസമാണ്. ഏകാദശിയുടെ പിറ്റേ ദിവസവുമാണ് ദ്വാദശി വരുന്നത്. ആ ഏകാദശി ദിവസം വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിച്ച് വ്രതമെടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ സ്നാനവും ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് സാധുക്കൾക്ക് യഥാവിധി ദാനാദികളൊക്കെ ചെയ്താൽ മാത്രമേ ഏകാദശി വ്രതത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് സകല ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു മന്ത്രമാണ് ഗായത്രി. ഗായന്തം ത്രായതേ ഇതി എന്നാണ് ഈ ഗായത്രി വ്രതത്തിൻ്റെ അർത്ഥം. ഗായത്രി മന്ത്രത്തെ പരമ പവിത്ര മന്ത്രമായി വേദേതിഹാസ പുരാണങ്ങളിൽ പറയുന്നുമുണ്ട്. നാലാമത്തെ വരിയും ഏറ്റവും പ്രധാനം തന്നെ. ന മാതു പരദൈവതം എന്ന ഒരു വരി. ദൈവം എന്നാണ്, അതായത് നേരിൽ കണ്ട ദൈവം എന്നാണ് അമ്മയെ നമ്മൾ വിലയിരുത്തുക. അമ്മയെ വിശേഷിപ്പിക്കേണ്ടതും അമ്മമാരെ വിശേഷിപ്പിക്കേണ്ടതും അതുപോലെ തന്നെയാണ്. സഹനശക്തിയുടെ പ്രതീകാത്മകമാണ് അമ്മ. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.